വിവിധ ഗെയിമുകളിലും യോഗയിലുമൊക്കെ മികവ് തെളിയിക്കുന്ന ഒരു 12 വയസ്സുകാരനെ കുറിച്ച്. പാലക്കാട് പറളി സ്വദേശി നന്ദനാണ് ചെറിയ പ്രായത്തിൽ തന്നെ വിവിധ കളി ഉപകരണങ്ങളും മറ്റും പ്രവർത്തിപ്പിച്ച് ശ്രദ്ധേയനാവുന്നത്. 2018 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് യോഗയിൽ റെക്കോർഡ് കരസ്ഥമാക്കിയ ഒരു ബാലനെ കുറിച്ചുള്ള വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ആ ബാലൻ വളരെ വ്യത്യസ്തമായ ഗെയിം ഇനങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് പറളി സ്വദേശിയായ നന്ദനാണ് വ്യത്യസ്തമായ ഗെയിമുകൾ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദൻകുട്ട, പണ്ട് യോഗയൊക്കെ ആയിരുന്നു, ഇപ്പൊ എന്താണ് പുതിയ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്? യോയോ, ഡയബോളോ, ബോൾ ജഗ്ലിംഗ്, യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. റുബിക്സ് ക്യൂബ് സോൾവിംഗ്, ഈ പരിപാടികളൊക്കെ നമുക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരില്ലേ? നന്ദൻകുട്ടൻ ഇപ്പൊ എത്രയിലാണ് പഠിക്കുന്നത്? ഇപ്പം ഞാൻ 7th പാർലി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഈ നമ്മൾ അന്ന് വരുമ്പോൾ യോഗയിൽ ചക്രാസനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യോഗയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ യോഗയിൽ അതിനുശേഷം ഞാൻ സൈറ്റ് സിറ്റപ്പിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വാങ്ങിച്ചു. പിന്നെ ചക്രാസനത്തിൽ വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഞാൻ കുറേയൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടും അതിൽ നിന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ ഞാൻ പഠിച്ചിരുന്നത്. എന്താണ് ആഗ്രഹം വലുതാവുമ്പോൾ? ഇനി വലുതാവുമ്പോൾ ഒരു സിവിൽ സർവീസ് ഓഫീസർ ആവണം, പിന്നെ ഒരു പൈലറ്റ് ആവണം. ഇപ്പം തന്നെ ഞാൻ അതിനുള്ള ഗ്രൗണ്ട് ക്ലാസ്സിലിരുന്നു. തൃശ്ശൂർ റയാൻ എയറിലാണ് ഞാൻ പൈലറ്റിൻ്റെ ഗ്രൗണ്ട് ക്ലാസ്സിലിരുന്നത്. വികാസ് സാറാണ് അവിടുത്തെ സാറ്. നന്ദൻ്റെ ഇത്തരം വ്യത്യസ്തമായ പരീക്ഷണങ്ങൾക്കും മറ്റുമൊക്കെ പൂർണ്ണ പിന്തുണയുമായുള്ളത് കുടുംബമാണ്. അച്ഛൻ മുകേഷ് ചേരുകയാണ്. എങ്ങനെ കാണുന്നു ഈ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ലാത്ത ഗെയിമുകളും മറ്റുമൊക്കെ പരീക്ഷിക്കുന്നു, ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ പ്ലേ ചെയ്യുന്നു. 3 വയസ്സിൽ തുടങ്ങിയാണ് അവൻ്റെ അഭ്യാസങ്ങൾ. അപ്പോൾ ഇപ്പോഴും പുതിയ സ്കില്ലുകൾ, ഇപ്പോൾ പറക്കാനുള്ള സ്കില്ലാണ് അവൻ. അതിലൊരു റെക്കോർഡ് ഉണ്ടാക്കണം എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ അവൻ്റെ പരിശ്രമം. അതിനുള്ള സപ്പോർട്ടും കിട്ടുന്നുണ്ട്. നമുക്കതിന് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്നുള്ള ഒരു സർവേഷനോട് പ്രാർത്ഥിക്കുന്നു മാത്രം. കണ്ണനും ചെയ്യണം. എങ്ങനെ കാണുന്നു അനിയൻ്റെ എങ്ങനെ ഓരോ മേഖലകളിലുള്ള? അവൻ നല്ല കഴിവോടുകൂടി എല്ലാതും നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യണത്. ഇപ്പോൾ ഫെൻസിങ് പറയുന്ന ഒരു ഇവൻറ്റിൽ ഇപ്പോൾ പുതിയതായി വന്നു. അത് ഫസ്റ്റ് ഇയറിൽ തന്നെ അവൻ നാഷണൽ പ്ലെയറായിട്ട് നാഷണൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. കണ്ണനും ഒരു റെക്കോർഡ് ഹോൾഡറാണ് തോന്നുന്നില്ലേ? ഈ ഷൂട്ടിംഗ് ഇതെല്ലാം ലൈസൻസ് ഒക്കെ ഉണ്ട് തോന്നുന്നില്ലേ? എനിക്ക് 13 വയസ്സിൽ ആംസ് ലൈസൻസ് കിട്ടി. വേൾഡിൽ തന്നെ യങ്ങസ്റ്റ് ആം ലൈസൻസ് ഹോൾഡറാണ്. അത് ഞാനാണ്. പൈലറ്റ് ആവണമെന്നുള്ളതാണല്ലേ? എൻ്റെ ആഗ്രഹം പൈലറ്റ് ആവാനാണ്. ഞാൻ ഇപ്പോൾ തൃശ്ശൂർ റയാൻ എയറിൽ ഗ്രൗണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഞാൻ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് തുനീഷ്യയിലേക്ക് പോകും. ഏതായാലും വളരെ വ്യത്യസ്തമായ മേഖലകളിലാണ് കണ്ണനാണെങ്കിലും നന്ദനാണെങ്കിലും ഒക്കെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. നന്ദൻ്റെ ആഗ്രഹം ഒരു സിവിൽ സർവീസ് ഓഫീസർ ആവുക എന്നുള്ളതാണ്, കണ്ണനാണെങ്കിൽ ഒരു പൈലറ്റ് ആവുക എന്നുള്ളതാണ്. ഏതായാലും ഈ കൊച്ചുമിടുക്കന്മാർക്ക് ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ കഴിയട്ടെ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.